കോഴിക്കോട് കൂത്താളിയിലെ വീട്ടമ്മയുടെ മരണത്തിൽ നിർണായക വഴിത്തിരിവ്. കൂത്താളി സ്വദേശി തൈപ്പറമ്പിൽ പത്മാവതി അമ്മ കൊല്ലപ്പെട്ടതാണെന്ന് പോലീസ് കണ്ടെത്തി. മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് പത്മാവതി അമ്മയുടെ മരണത്തിന് കാരണമായതെന്നും മകൻ ലിനീഷാണ് കൊലപാതകം നടത്തിയതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. പത്മാവതി അമ്മയുടെ മരണത്തിൽ നാട്ടുകാർക്ക് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. മദ്യപിച്ച് വീട്ടിലെത്തിയ ലിനീഷ് പത്മാവതി അമ്മയുമായി വഴക്കുണ്ടാക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സ്വർണ്ണാഭരണം ആവശ്യപ്പെട്ടിട്ട് നൽകാതിരുന്ന അമ്മയെ ലിനീഷ് കാൽമുട്ടുകൊണ്ടിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പത്മാവതി അമ്മയുടെ വാരിയെല്ലിനും നട്ടെല്ലിനും പരിക്കേറ്റു. ഓഗസ്റ്റ് 5-നാണ് സംഭവം നടന്നത്. പിന്നാലെ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും കണ്ടെത്തിയിരുന്നു. നാട്ടുകാരുടെ സംശയവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അസ്വാഭാവികതയും കണക്കിലെടുത്ത പോലീസ് പത്മാവതി അമ്മയുടെ മകൻ ലിനീഷിനെ വിശദമായി ചോദ്യം ചെയ്തു. ഒടുവിൽ അമ്മയെ കൊന്നതാണെന്ന് മകൻ സമ്മതിച്ചു. ഈ ആക്രമണത്തിന് നയിച്ച കാരണം ഒരു സ്വർണ്ണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇയാളെ മൂത്ത മകന് കുറേ സ്വത്ത് കൊടുത്തു, ഇയാൾക്ക് സ്വത്ത് കിട്ടിയില്ല എന്നുള്ള ഒരു ധാരണ ഇയാൾക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനത്താണ് ഈ ആക്രമണത്തിൽ നയിക്കപ്പെട്ടത്. മർദ്ദനത്തിൽ ബോധം നഷ്ടമായ അമ്മയെ ലിനീഷ് തന്നെയാണ് പേരാമ്പ്ര EMS ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ നിന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഇതിനിടയിൽ പത്മാവതി അമ്മയ്ക്ക് ജീവൻ നഷ്ടമായിരുന്നു. വീട്ടിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നെന്നാണ് ലിനീഷ് പോലീസിനോട് പറഞ്ഞിരുന്നത്. ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം പേരാമ്പ്ര SHO P ജംഷീദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. ലിനീഷിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് മലയാളം, കോഴിക്കോട്.